ഹായ് ഹലോ എല്ലാവർക്കും സിനി സന്തോഷ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇപ്പോൾ കടുത്ത ചൂടാണ്. ചൂട് കാരണം തൊണ്ടയ്ക്കൊന്നും നല്ല സുഖം പോരാ. ചുമയും തൊണ്ടവേദനയും ഒക്കെയാണ്, ഈ കാലാവസ്ഥയുടെ പ്രശ്നമാണ്. അതുകൊണ്ട് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമ്മൾ ലോങ് വീഡിയോ അധികം ഇടാത്തത് കൊണ്ട് ഇപ്പോഴൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, സ്നേഹത്തെക്കുറിച്ച് കുറച്ച് വാക്കുകൾ. എല്ലാവർക്കും അറിയാവുന്ന തന്നെ. പിന്നെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യണ്ടേ എന്ന് കരുതി മാത്രം ഇടുന്നു. സ്നേഹം അത് പ്രകടിപ്പിക്കാനുള്ളതാണ്. അതിപ്പം എങ്ങനെയായാലും ആർക്കായാലും. ഇപ്പം അച്ഛൻ മക്കളോട് സ്നേഹം കാണിക്കില്ല, പക്ഷേ അവരുടെ ഉള്ളിൽ സ്നേഹമുണ്ട്. എന്നിട്ട് ഭാര്യയോട് പറയും, എനിക്ക് അവനോട് സ്നേഹമുണ്ട്, പക്ഷേ എനിക്കത് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. എന്തിനാ പിന്നെ സ്നേഹം പ്രകടിപ്പിക്കാൻ? അല്ലെങ്കിൽ പിന്നെ എന്തിനാ സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതല്ലേ? ഇപ്പം പ്രകടിപ്പിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നിങ്ങളത് പ്രകടിപ്പിക്കുക മക്കളോട്? അവർ വയസ്സായിട്ട് പ്രകടിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പം സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒന്നാണ്. അത് മനസ്സിൽ വച്ചിട്ട് ഒരു കാര്യവും സാധിക്കാനില്ല. അപ്പോൾ ഭർത്താവ് ഭാര്യയോട് സ്നേഹമുണ്ട്, പക്ഷേ ഉള്ളിലാണെന്ന് മാത്രം. അത് പുറമേ പ്രകടിപ്പിക്കാൻ അയാൾക്കറിയില്ല അത്രേ. അതെന്താ അറിയാത്തേ? സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതല്ലേ? അത് ഉള്ളിൽ വയ്ക്കാനുള്ളതാണോ? അല്ല. സ്നേഹം എന്ന് പറയുന്ന ഒരു വികാരം അത് പ്രകടിപ്പിക്കാനുള്ളതാണ്. അത് ഉള്ളിൽ വച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. അപ്പം നമുക്ക് ഒരു പൂച്ചയോട് നമുക്ക് സ്നേഹം തോന്നും അല്ലേ? അത് ഉള്ളിലാണോ വയ്ക്കുന്നത്? നമ്മളത് പുറമേ പ്രകടിപ്പിക്കത്തില്ലേ? അതിനെ ചെന്ന് ചിലപ്പോൾ തൊട്ട് തലോടും, എടുക്കും, വാത്സല്യത്തോടെ നോക്കും അല്ലേ? അപ്പം സ്നേഹം എന്ന് പറയുന്നൊരു സാധനം നമ്മളത് പ്രകടിപ്പിക്കുക തന്നെ ചെയ്യണം. ഉള്ളിൽ വെച്ചുകൊണ്ട് കിടന്നിട്ടൊന്നും കാര്യമില്ല. ഒരുപാട് പേരങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ഉള്ളിൽ സ്നേഹമുണ്ട്, പക്ഷേ എനിക്ക് പുറമേ അത് കാണിക്കാൻ അറിയില്ല. അതെന്താ അറിയാത്തേ? അതാണ് എനിക്കറിഞ്ഞൂടാ മേത്തത്. അതെന്താ അറിയാത്തതെന്ന്, അങ്ങനെ പ്രകടിപ്പിക്കാൻ അറിയാത്ത എന്താ? അപ്പോൾ അത് പ്രകടിപ്പിച്ചെങ്കിൽ മാത്രമേ അത് സ്നേഹമായിട്ട് തീരുള്ളൂ. അപ്പം നല്ല രീതിയിലുള്ള വർത്തമാനം, സ്നേഹത്തോടെ ഒരു നോട്ടം, ചിരി, ഇങ്ങനെയൊക്കെ നമുക്ക് പ്രകടിപ്പിക്കാം. മക്കളെ ആണെങ്കിൽ വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്നിട്ട് സ്നേഹത്തോടെ പിടിച്ചടുത്തിരുത്തി ഇന്നത്തെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി, എന്തൊക്കെയായിരുന്നു സ്കൂളിലെ സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവരുടെ തലയിലൊക്കെ തടവി സ്നേഹത്തോടെ ചോദിക്കാം. അപ്പം എൻ്റെ മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് എൻ്റെ ഇളയ പുത്രനാണെങ്കിൽ എന്നോട് ഞാൻ അങ്ങോട്ട് ചോദിക്കാതെ തന്നെ എന്നോട് എല്ലാം ഇങ്ങോട്ട് ഷെയർ ചെയ്യും. അമ്മ ഇന്നതുപോലെയായിരുന്നു സ്കൂളിൽ നിന്ന്, അവൻ എന്നെ ഇടിച്ചു, അവൻ എന്നെ അടിച്ചു എന്നൊക്കെയുള്ള പതിവ് പല്ലവിയായിട്ടായിരിക്കും സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ. അപ്പോൾ പിന്നെ അവനോട് എനിക്ക് പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അവൻ ഇങ്ങോട്ട് തന്നെ പറയും എല്ലാ കാര്യങ്ങളും. പിന്നെ എൻ്റെ രണ്ടാമത്തെ പുത്രനാണെങ്കിൽ അവനും ഷെയർ ചെയ്യും കാര്യങ്ങളൊക്കെ. പിന്നെ ഫസ്റ്റിലെ ഏറ്റവും മൂത്തവൻ മാത്രമേ ഉള്ളൂ ഇത്തിരി പാടെന്ന് വെച്ചാൽ അവൻ മെച്യൂരിറ്റി ആയിപ്പോയില്ലേ, അവൻ വലിയ ആളായിപ്പോയില്ലേ. അപ്പം എന്നാലും അവൻ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പിന്നെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മക്കളുടെ സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കുന്നു അതുപോലെ ആയിരിക്കും അവർ തിരിച്ച് നമ്മളോട് പ്രകടിപ്പിക്കുന്നത്. നമ്മൾ അവരെ അകമഴിഞ്ഞ് സ്നേഹിക്കുക. അപ്പം നമ്മൾക്കും അവർ അകമഴിഞ്ഞ് സ്നേഹം തരും. അപ്പോൾ ഉള്ളിലൊന്നും സ്നേഹം വെച്ചുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അത് ഈ വന്ന കാലത്ത് അത് പ്രകടിപ്പിക്കുക തന്നെ വേണം. അപ്പോൾ ഒത്തിരി പൈസ കൊടുത്തൊക്കെ അല്ല നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. പൈസയുടെ അതിലൊന്നും അല്ല സ്നേഹം ഇരിക്കുന്നത്. അപ്പം നമ്മുടേതായ രീതിയിൽ മക്കളോട് സ്നേഹത്തോടെ സംസാരിച്ച്, ഞാൻ പറഞ്ഞ കണക്കോലെ സ്കൂളിൽ നിന്നൊക്കെ വിട്ടു വരുമ്പോഴത്തേക്ക്, മോനെ ഇന്ന് എന്തായിരുന്നു, ഇന്ന് അവിടെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എത്ര ടീച്ചർ വന്നു, ടീച്ചർമാർ എന്ത് പറയുന്നു, പിള്ളേരെന്ത് പറയുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് അവരെ പിടിച്ചടുത്തിരുത്തി സ്നേഹമായി ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. പിന്നെന്താ പിന്നെ പറയാനുള്ളത്, കുറ്റപ്പെടുത്തലുകൾ അത് കുറ്റപ്പെടുത്തുന്നവർ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും.
അതിനിപ്പം അവർ ഇല്ലാത്ത കുറ്റങ്ങൾ കണ്ടെത്തിയണമെങ്കിൽ ചിലപ്പം പറയും. അതാണ് കുറ്റപ്പെടുത്തക്കം. ഒരു കുറ്റവും ഇല്ലെങ്കിൽ അത് എന്തെങ്കിലും ഉണ്ടാക്കിയെങ്കിൽ ഒരു കുറ്റം അവർ കണ്ടെത്തിയിരിക്കും. അത് സ്വാഭാവികം. പിന്നെ ഒരുപാട് കുറ്റപ്പെടുത്തലുകളിൽ നിന്ന് വലുതായി വന്ന ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മളെ കുറ്റപ്പെടുത്താൻ ഒത്തിരി പേര് കാണും. പക്ഷെ ഒരു നല്ല വാക്ക് പറയാൻ, അവർ ചെയ്യുന്നൊരു നല്ല എന്ത് കാര്യമായാലും അതിനൊരു നല്ല വാക്ക്, നല്ല വശം കണ്ടെത്താൻ ഇവർക്ക് വളരെ പ്രയാസമായിരിക്കും. എന്ന് വെച്ചാൽ അവർക്ക് അതിലും കുറ്റം കണ്ടുകൊണ്ടിരിക്കണം. അവർക്ക് കുറ്റം മാത്രമേ അവർക്ക് അതിനകത്ത് കാണാൻ പറ്റൂ. അവർ എന്ത് ചെയ്താലും നല്ലതായിട്ട് അവർക്ക് തോന്നത്തില്ല. അത് കുറ്റമായിട്ട് മാത്രമേ തോന്നത്തുള്ളൂ. അപ്പോൾ കുറ്റം പറയുന്നവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെ നല്ല വശം കാണാൻ അവർ ശ്രമിക്കാറില്ല പലപ്പോഴും, അത് ആരായിരുന്നാലും. അപ്പോൾ അത് അങ്ങനെ ഒരു കാര്യം. അപ്പം നിങ്ങൾ ആലോചിക്കും, ഇവളെന്തിനാ ഇങ്ങനെയൊക്കെ ഒന്ന് സംസാരിക്കുന്നതെന്ന്. വീഡിയോയ്ക്ക് എന്തെങ്കിലും വേണ്ടേ? അപ്പം എന്തെങ്കിലും കണ്ടൻറ്റ് കണ്ടെത്തണമല്ലോ എന്ന് കരുതിയാണ് ഞാൻ സ്നേഹത്തെക്കുറിച്ച് മാത്രം സംസാരിക്കാമെന്ന് പറഞ്ഞാണ് വീഡിയോ എടുത്തത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കുറ്റപ്പെടുത്തലുകൾ കയറി വന്നു. അതുകൊണ്ട് ഞാൻ അതും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞാൽ നമുക്കത് മാറ്റി അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടി ബെറ്ററായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പം 10ാം ക്ലാസ്സിലെ SSLC പരീക്ഷയൊക്കെ, മോഡൽ പരീക്ഷയൊക്കെ കഴിഞ്ഞു. ഇന്ന് കൊണ്ട് കഴിഞ്ഞു മോഡൽ പരീക്ഷയൊക്കെ. അപ്പം ആ ഒരു ടെൻഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് വലിയൊരു ടെൻഷനാണ്. എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഒരു ടെൻഷനും വേണ്ട കേട്ടോ. നിങ്ങൾ കൂളായിട്ട് പോയി പരീക്ഷ എഴുതുക. എല്ലാവരും വിജയിക്കും. താൻ പാതി ദൈവം പാതി. പഠിക്കുകയും വേണം, ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും വേണം. വെറുതെ പഠിക്കാതെ ഈശ്വരനെ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മളുടെ ജോലി നമ്മൾ ചെയ്യണം, ഈശ്വരൻ്റെ ജോലി ഈശ്വരൻ ചെയ്തു പോകും. അപ്പം എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേരുന്നു. നന്നായി പോയി പരീക്ഷ എഴുതാൻ കഴിയട്ടെ എല്ലാവർക്കും. പിന്നെ വേറെന്താ? അപ്പോൾ ശരി, എല്ലാവർക്കും ചായ ടൈമാണിപ്പോൾ. ഞാൻ അവിടെ ചായ ഇടാനായിട്ട് അടുപ്പിൽ വെള്ളം വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഒരു വീഡിയോ ഇട്ടാലോ എന്ന്. അങ്ങനെ വയ്യാത്ത തൊണ്ടയും വെച്ചാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പം പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും, ഇനി എന്നെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നവർക്കും എൻ്റെ വളരെയധികം നന്ദി ഞാൻ അറിയിക്കുന്നു. കാരണം നമ്മൾ ആരാണോ എന്താണോ എന്നൊന്നും അറിയാതെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടല്ലോ അവർ, നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. അത് തന്നെ വളരെ വലിയ കാര്യമാണ്. അതുകൊണ്ട് എല്ലാവർക്കും, എന്നെ സ്നേഹിക്കുന്ന, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന, എന്നെ കേൾക്കുന്ന, എന്നെ കാണുന്ന എല്ലാവർക്കും നന്മകൾ മാത്രം നേരുന്നു. ബൈ. സിനി സന്തോഷ്.